ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫസീസ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്നത്തേതൊരു ഹാമ്പർ സെറ്റിംഗ് വീഡിയോ ആണ് കേട്ടോ. 2 ഡ്രസ് ഹാമ്പർ അടക്കം 12 ഐറ്റംസ് വരുന്ന ഒരു ഹാമ്പർ സെറ്റാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഇത് ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് മെയിനായിട്ടുള്ള ഡ്രസ്സിൻ്റെ ഹാമ്പറാണ്. ഇതൊരു മെറ്റൽ സ്റ്റാൻഡാണ്. ഇതിൽ അടിഭാഗത്തായിട്ട് ഒരു പാർട്ടി വെയർ ഡ്രസ്സും മുകൾ ഭാഗത്ത് ഹാഫ് ഷൂവും വെച്ച് കൊടുത്തിട്ട് നെറ്റ് വെച്ചിട്ട് ഇത് അതുപോലെ കെട്ടിയിട്ട് ഫ്ലവറൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വൈറ്റ്, ഗോൾഡ്, റെഡ് ഈ ഒരു കളർ തീമിലാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു നെറ്റിൽ 2-3 പ്രാവശ്യം റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്ത ശേഷം നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് ഫ്ലവറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ഡ്രസ്സ് ചെയ്യുന്നത് ഇതാ ഈ ഒരു പേപ്പർ ബോക്സിലാണ്. ഇതൊരു സിമ്പിളായിട്ടുള്ള വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ. അത് ഈ ഒരു പേപ്പർ ബാഗിൽ ഇതാ ഇതുപോലെ പാക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഫ്ലവർ ഒന്ന് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് രണ്ടുമാണ് നമ്മുടെ ഡ്രസ് ഹാമ്പറായിട്ട് വരുന്നത്. ഇനി അടുത്തതായിട്ട് കിറ്റ്കാറ്റും ഗോൾഡൻ കളർ ചോക്ലേറ്റ് ബോൾസും വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഹാമ്പറാണ്. അതിന് റൗണ്ട് ഷേപ്പിലുള്ള തെർമോക്കോൾ ഇത് അതുപോലെ വെച്ച് ഒരു കേക്ക് ബേസിലേക്ക് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഡബിൾ സൈഡ് ടാപ്പ് ഇതാ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഒരു 3 ലെയർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് 3 ലെയറെങ്കിലും ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇളകി പോരും. ഇനി ഇതിലേക്ക് കിറ്റ്കാറ്റ് ഇതാ ഇതുപോലെ അടുത്തടുത്തായിട്ട് വെച്ച് ഒട്ടിച്ച് കൊടുക്കാം. ഇടയിലൊന്നും ഗ്യാപ്പില്ലാതെ അടുത്തടുത്തായിട്ട് വേണം ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. താഴ്ഭാഗവും മുകൾ ഭാഗമൊക്കെ നല്ല ലെവലാക്കി വെച്ചിട്ട് ഇതാ ഇതുപോലെ ഓരോന്നായിട്ട് ചുറ്റിലും ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഗോൾഡൻ കളറിലുള്ള ചോക്ലേറ്റ് ബോൾസ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ചോക്ലേറ്റ് ബോൾസും അടുത്തടുത്തായിട്ട് ഒട്ടിച്ച് കൊടുക്കണം. എന്നാലും ചെറിയ രീതിയിലൊക്കെ തെർമോക്കോൾ കാണും. മാക്സിമം അടുത്തടുത്തായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് വലിപ്പമുള്ള ബോൾസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇടയിലൊക്കെ ഗ്യാപ്പ് കാണുന്നുണ്ട് കേട്ടോ. ചെറിയ ബോൾസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഗ്യാപ്പ് കാണുന്നുണ്ട്. എന്നാലും നമുക്ക് പറ്റുന്ന അത്രയും ഫില്ല് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് റിബൺ വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഹാമ്പറും ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത് ബൊക്കയാണ്. ഒരു ഫെറാറോഷർ വെച്ചിട്ടുള്ള ബൊക്കയാണ് നമ്മൾ ചെയ്യുന്നത്. ഫെറാറോഷർ ഓരോന്നും കപ്പിൽ നിന്ന് അടർത്തിയെടുത്ത ശേഷം നമ്മൾ 2 ടൂത്ത് പിക്ക് അതിൻ്റെ ബാക്ക് സൈഡിലൂടെ കുത്തി കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ക്ലീൻ റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അതിൽ ഉറുമ്പ് കയറാനും അത് തണുത്ത് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്ത ശേഷം അടിയിൽ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് സെല്ലോ ടാപ്പ് ഒട്ടിച്ച് കൊടുത്ത ശേഷമാണ് നമ്മളിത് ബൊക്കയാക്കി എടുക്കുന്നത്. 9 ഫെറാറോഷർ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ക്ലീൻ റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരു 4 എണ്ണം ഇതുപോലെ എടുത്തിട്ട് സെല്ലോ ടാപ്പ് വെച്ച് ചുറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഓരോന്നായിട്ട് ചുറ്റിലും വെച്ചിട്ട് വീണ്ടും സെല്ലോ ടാപ്പ് വെച്ചിട്ട് നന്നായിട്ട് ചുറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ചുറ്റിലും റെഡ് കളറ് റോസ് ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു റൗണ്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് നോക്കി. അതിൻ്റെ ഇടയിലൊക്കെ ചെറിയ രീതിയിൽ ആ ഒരു ജിപ്സം ഫ്ലവേഴ്സ് അല്ല, ഇത് ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് ഫ്ലവേഴ്സാണ്. അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ സെല്ലോ ടാപ്പ് ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ച ശേഷം ആ ഒരു വൈറ്റ് ഫ്ലവർ വെച്ച് കൊടുത്ത ശേഷം വീണ്ടും ഓരോ റോസ് ഫ്ലവറും കൂടെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റിയെടുക്കണം. ആദ്യം ഒരു റൗണ്ട് ചെയ്ത് നോക്കി, പിന്നെ ഞാൻ ഒരു ലെയറും കൂടെ ചെയ്തു കേട്ടോ. അതിൻ്റെയൊക്കെ ഇടയ്ക്കിടയ്ക്കായിട്ട് ആ ഒരു വൈറ്റ് ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ആ ഒരു സ്റ്റിക്ക് നന്നായിട്ട് സെല്ലോ ടാപ്പ് ചുറ്റി കൊടുത്തു. ഇനി ഇതിൻ്റെ ചുറ്റിലും ബ്ലാക്ക് കളർ ബോക്ക ഷീറ്റാണ് വെച്ച് കൊടുക്കുന്നത്. അത് ഇതുപോലെ ഇങ്ങനെ ഫ്രില്ല് ചെയ്തിട്ട് സ്റ്റാപ്ലർ വെച്ചിട്ട് പിൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് അതുപോലെ ചുറ്റിലും വെച്ച് കൊടുത്തിട്ട് അടിഭാഗം നന്നായിട്ട് സെല്ലോ ടാപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത് നട്ട്സ് ബോക്സ് ആണ് കേട്ടോ. ഇത് നമ്മളൊരു ആക്രിലിക് ബോക്സിലാണ് ചെയ്യുന്നത്. 6 പാർട്ടീഷൻ വരുന്ന നല്ലൊരു ലക്ഷറി ഫീലുള്ള നല്ലൊരു ബോക്സാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ടിഷ്യൂ പേപ്പർ നനച്ചിട്ട് ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഉണങ്ങിയ ശേഷമാണ് ഇതിലേക്ക് നട്ട്സ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് എടുത്തിട്ടുള്ളത് കാഷ്യൂ നട്ട്സ്, ബ്ലാക്ക്ബെറി, കിവി, പിസ്ത, പിന്നെ സ്റ്റോൺ ചോക്ലേറ്റ്, പിന്നെ ബദാം, ഇത്രയും ഐറ്റംസുകളാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. നട്ട്സൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ അടച്ച് വെക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ തണുത്ത് പോകും. അങ്ങനെ ഇതിലേക്കുള്ളതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഫ്ലവറൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത് വുഡും ഗ്ലാസും കൂടി വരുന്ന ഈ ഒരു ഷേപ്പിലുള്ള ഹാമ്പറാണ്. ഇതിൽ നമ്മൾ ഫുള്ളായിട്ടും ഗോൾഡൻ കളറിലുള്ള ചോക്ലേറ്റ് ബോൾസാണ് ഇട്ട് കൊടുക്കുന്നത്. മുകൾ ഭാഗത്തായിട്ട് ഫെറോ റോഷർ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും ബോൾസ് ആദ്യം കവർ പൊട്ടിച്ച് ഇട്ട് കൊടുത്ത ശേഷം നല്ല ലെവലായിട്ട് നിൽക്കുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ഇങ്ങോട്ട് തന്നെ എടുത്തിട്ട് എല്ലാം നല്ല രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ക്ലീൻ റാപ്പ് വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ച ശേഷമാണ് കേട്ടോ ഫെറോ റോഷർ വീണ്ടും നമ്മൾ ക്ലീൻ റാപ്പിൽ റാപ്പ് ചെയ്ത ശേഷം ഇതുപോലെ വെച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സൈഡിൽ വെക്കാനായിട്ട് സ്പേസ് ഇല്ല, അപ്പോൾ 2 ഫ്ലവർ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നെയിം സ്റ്റിക്കർ വരുന്ന ചോക്ലേറ്റ് ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നെയിം പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ അതിൻ്റെ ബാക്ക് സൈഡിൽ സ്റ്റിക്കർ റിമൂവ് ചെയ്ത ശേഷം കട്ട് ചെയ്തിട്ട് ചോക്ലേറ്റ് വെച്ചിട്ട് ഇതുപോലെ കവർ ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം താഴ് ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഷീറ്റ് നമ്മൾ പ്രിൻ്റ് ചെയ്തെടുത്ത ശേഷം ഓരോ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ ചോക്ലേറ്റ് വെച്ചിട്ട് കവർ ചെയ്ത് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഈ 2 സൈഡും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യുന്നതിന് പകരം സിഗ്സാഗിൻ്റെ കത്രിക ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഹാമ്പറിൽ നമ്മൾ ഈ ഒരു ചോക്ലേറ്റാണ് മെയിനായിട്ടും സെറ്റ് ചെയ്ത് വെക്കുന്നത്. അതിന് 6 ചോക്ലേറ്റ് അതുപോലെ വെച്ചിട്ട് ഒന്ന് സെല്ലോ ടേപ്പ് ചുറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളതിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മറിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനത് 6 ഒരുമിച്ച് വെച്ചിട്ട് സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. ഇതുപോലെ ഞാനിത് 5 ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനിതാ ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു റൗണ്ട് ബോക്സ് ആയതുകൊണ്ട് തന്നെ ഇത് പല രീതിയിൽ വെച്ച് നോക്കിയിട്ടും പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി അടിഭാഗത്ത് ഡബിൾ സൈഡ് സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്ത ശേഷം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഇടയിലുള്ള ഈ ഗ്യാപ്പിലെല്ലാം ലൂസ് ചോക്ലേറ്റ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അതും അതുപോലെ ഇങ്ങനെ അടുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ വെക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഈ ഒരു ലൂസ് ചോക്ലേറ്റ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ നടുഭാഗത്ത് ഫ്ലവർ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് വൈറ്റ് നെറ്റിൽ ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്ത ശേഷം ഫ്ലവറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഹാമ്പറാണ് സെറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ സൈഡിൽ ഫുള്ളായിട്ട് ഡബിൾ സൈഡ് സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഈ ഒരു റോസ് ഫ്ലവർ ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ആദ്യം ലൂസ് ചോക്ലേറ്റ് ഇട്ട് കൊടുത്ത ശേഷം തെർമോക്കോൾ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഗോൾഡൻ കളറിലുള്ള ചോക്ലേറ്റ് ബോൾസ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി അതിൻ്റെ ഇടയിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഈ ഒരു വൈറ്റ് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു സ്ക്വയർ ഷേപ്പിലുള്ള വുഡിൻ്റെ ഹാമ്പറാണ് ചെയ്യുന്നത്. അടിഭാഗത്തായിട്ട് ഇതുപോലെ ലൂസ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മളൊരു പേപ്പറാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഒരു കട്ടിയുള്ള പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം തെർമോക്കോൾ വെച്ച് കഴിഞ്ഞാൽ അത്രയും സ്പേസ് അവിടെ പോവുകയാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ടും ചോക്ലേറ്റ് ഒന്നും അതിലേക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു കട്ടിയുള്ള പേപ്പർ വെച്ച് കൊടുത്തിട്ട് ഡബിൾ സൈഡ് സ്റ്റിക്കർ ഒട്ടിച്ച ശേഷം ബാർ ചോക്ലേറ്റ്സ് ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ക്ലീൻ റാപ്പ് ചെയ്തിട്ട് നെറ്റൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത് സ്ക്വയർ ഷേപ്പിലുള്ള ഒരു മെറ്റൽ ഹാമ്പറാണ്. അതിലടിഭാഗത്തായിട്ട് ഫുള്ള് ലൂസ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലൂസ് ചോക്ലേറ്റ് പല ഫ്ലേവറിലുള്ളത് മിക്സ്ഡ് ആയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് തെർമോക്കോൾ അതുപോലെ നടുഭാഗത്ത് വെച്ചിട്ട് സൈഡിലൊക്കെ ലൂസ് ചോക്ലേറ്റ് ഇട്ടിട്ട് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാർ ചോക്ലേറ്റ് അതുപോലെ ആദ്യം ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്ത ശേഷം ലെവലാണോ എന്ന് നോക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതും നെറ്റൊക്കെ വെച്ച് കെട്ടിയിട്ട് ഫ്ലവറൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത് ഒരു വൈറ്റ് കളറിലുള്ള ഒരു ഹാൻഡ് ബാഗ് ടൈപ്പിലുള്ള ഹാമ്പറാണ്. അതിലേക്ക് ഇതുപോലെ ലൂസ് ചോക്ലേറ്റ് വെച്ച് കൊടുത്ത ശേഷം മുകളിൽ തെർമോക്കോൾ വെച്ചിട്ട് സ്നിക്കേഴ്സ് വെച്ചിട്ടാണ്
ഫില്ല് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഫ്ലവേഴ്സും ഗോൾഡൻ കളർ ബോൾസും കൂടെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബോക്സ് ചെയ്തത് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. ഇത്രയൊക്കെ ചെയ്ത് വന്നപ്പോൾ കുറേ ലൂസ് ചോക്ലേറ്റും ബാർ ചോക്ലേറ്റും ഒക്കെ എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടി ഒരു ബോക്സിലാക്കിയിട്ട് ഒരു ജപ്പാൻ സ്റ്റൈലിൽ പാക്ക് ചെയ്തിട്ടുള്ളതാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി സപ്പോർട്ട് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.